ചെന്താമര പൂമാല ചൂടുന്നത് ചന്തമേറ മാത്രമല്ല, ഇക്കാലത്ത് അതിന് വേറെയുമുണ്ട് ഗുണം. ഇനി ഈ തിലകം കൂടി ദശപുഷ്പ അരച്ചുണ്ടാക്കിയ കൂട്ടാ. രാവിലെ കണി കണ്ടത് പൂത്തു നിൽക്കുന്ന മാഗന്ധമാ. അപ്പോഴേ ഞാൻ വിചാരിച്ചു ഇങ്ങനൊരു കാര്യം കേൾക്കുമെന്ന്. ഈയുള്ളവൾക്ക് 3-4 ദിനം കൊണ്ടൊരു ശങ്കയുണ്ടായിരുന്നു. ദേവിയുടെ മുഖം കാണുമ്പോഴൊക്കെ അത് തോന്നിയതാ. എന്നിട്ടെന്താ, ആദ്യം അറിഞ്ഞത് ഞാനാ. ഓടി നടന്ന് എല്ലാവരോടും പറയുന്ന തിരക്കിൽ ഞാനൊന്ന് മറിഞ്ഞു വീഴുകയും ചെയ്തു ഇടനാഴിയിൽ. അല്ല, ദേവിയുടെ മുഖത്ത് എന്നിട്ടും ഒരു പ്രസാദവും ഇല്ലല്ലോ. സദാ ഉന്മേഷത്തോടെ ഇരിക്കണം. ഗർഭകാലത്തെ ഉന്മേഷവും പ്രസരിപ്പുമൊക്കെ കുഞ്ഞിന് കിട്ടും. ദേവി, ഈ ഉള്ളവൾ പറഞ്ഞാൽ പിഴയ്ക്കാറില്ല. ആൺകുഞ്ഞ ഉറപ്പ്. ഞാൻ കുറച്ചുനേരം ഒറ്റയ്ക്കിരിക്കട്ടെ. രോഹിണി ദേവിക്ക് സ്വാഗതം. ശുഭം ഭവതു. പുരുഷ സൂക്തം ജപിച്ച നറുനെയ്. ഇനി നിത്യവും ഇതാകണം ആദ്യം സേവിക്കേണ്ടത്. ഒക്കെ മംഗളമായി ഭവിക്കും. ജ്യേഷ്ഠത്തിക്ക് പൗരവി എന്നൊരു പേരുകൂടി ഉണ്ടല്ലോ. എനിക്കിഷ്ടം രോഹിണി എന്ന പേര് തന്നെയാ. ചന്ദ്രഭഗവാന്റെ പത്നി നാമം. ദേവകിക്കും മറ്റൊരു പേരുള്ള വിവരം പറഞ്ഞിരുന്നല്ലോ. മായ. അത് പക്ഷേ കുട്ടിക്കാലത്ത് മാത്രമേ വിളിച്ചു കേട്ടിട്ടുള്ളൂ. ആര്യവസുദേവർക്കിഷ്ടം ആ പേരാണോ? ഞാൻ വെറുതെ ചോദിച്ചതാ. എന്നോട് പറയാറുണ്ട് എല്ലാം. വാ. സപത്നി സമ്പ്രദായം ചില ദേശങ്ങളിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണത്രേ. പക്ഷെ എനിക്കിഷ്ടമാണ്. വിശ്വസിക്കാവുന്ന, എല്ലാം തുറന്നു പറയാവുന്ന ഒരു സോദരി, പ്രിയ സഖി. അതാണ് എനിക്ക് സപത്നി. എങ്ങനെയായിരിക്കും ഇവിടെയുള്ളവരെന്ന് എനിക്കൊട്ടും തന്നെ ആശങ്കയില്ലായിരുന്നു സത്യത്തിൽ. പതിയുടെ വൈശിഷ്ട്യങ്ങൾ പലതും കേട്ടറിഞ്ഞിട്ടുണ്ട് കൗമാരത്തിലെ. പത്നിമാരിലും ആ വൈശിഷ്ട്യങ്ങൾ കാണുമെന്ന് എപ്പോഴോ എന്തുകൊണ്ടോ മനസ്സിൽ തോന്നി. ഒരു വിളക്കിൽ നിന്നും ദീപനാളം എത്ര വിളക്കുകളിലേക്ക് പകർന്നാലും ആ വിളക്കിന്റെ ദീപനാളത്തിന് മങ്ങലേൽക്കില്ലല്ലോ. പരിണയം കഴിഞ്ഞപ്പോൾ ഒരു നാൾ ഇങ്ങനെ പറയുന്നത് കേട്ടു അദ്ദേഹം. പരമാത്മാവിനെക്കുറിച്ചായിരുന്നു അദ്ദേഹം അത് പറഞ്ഞത്. പക്ഷെ കേട്ടു നിന്നപ്പോ എനിക്ക് തോന്നിയത് മറ്റൊന്നാണ്. ഈ ഉള്ളവൾ ധന്യയായി. എനിക്ക് ആര്യദേവനെക്കുറിച്ച് തോന്നിയിട്ടുള്ളതും അതുതന്നെയാണ്. പിന്നെ ദേവിയെക്കുറിച്ച് തോന്നാറുള്ളത് ഒരു ജ്യേഷ്ഠ സഹോദരി എന്നും. ഗർവങ്ങൾ ചിലതുണ്ടായിരുന്നു മനസ്സിൽ ഇവിടേക്ക് വരുമ്പോൾ. പക്ഷേ അദ്ദേഹം പകർന്നു തന്ന പാഠങ്ങൾ മനസ്സ് പവിത്രമാക്കി. വേണമെങ്കിൽ മധുരാരാജൻ തന്നെ ആകാമായിരുന്നു. പക്ഷേ ഗോപരിപാലനമാണ് തന്റെ ധർമ്മമെന്നായിരുന്നു അദ്ദേഹം തീരുമാനിച്ചത്. ധേനുപൂജ എന്നാൽ മാധവ പൂജ എന്നാണ് അദ്ദേഹത്തിന്റെ വിചിന്തനം. അതുകൊണ്ട് രാജ്യം ത്യജിക്കാൻ ഏറെ ആലോചിച്ചില്ല. പലതും ത്യജിക്കാനുള്ള പാഠം തന്നെയാണ് ഈ ഉള്ളവൾക്കും ആദ്യം അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചത്. പക്ഷേ ത്യജിക്കേണ്ടി വന്നിരിക്കുന്നത് പ്രസവിക്കുന്ന 8 സന്താനങ്ങളെയും. ശാന്തചിത്തയായാലും ദേവകി, ഒക്കേക്കും നിമിത്തം ഒരാകാശഭാഷിതം എന്നുവെച്ചാൽ ഈശ്വരേച്ഛ. ഈശ്വര നിശ്ചയം സഫലമാകട്ടെ.